സർവം കൃഷ്ണാർപ്പണമസ്തു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇവിടെയാണ് നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചും സ്ത്രീകളുടെയും ഭഗവതി ഭക്തന്മാരുടെയും ശാക്തേയ ഉപാസകന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദി പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ഭാവത്തിലും ആരാധിക്കപ്പെടുന്നു. സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. പുരാതന കാലം മുതൽക്കേ പൊതുവെ കേരളീയരുടെ കുലദൈവം, ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി. പുരാതന കാലം മുതൽക്ക് തന്നെ ഊർവരത, കൃഷി, സമൃദ്ധി, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിത, പ്രകൃതി, യുദ്ധവിജയം, രോഗമുക്തി, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, വിദ്യ തുടങ്ങിയവ മാതൃദൈവമായി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. ഇതിൻ്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും. ചില പുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്ന് വിശ്വാസം. കേരളത്തിലെ ആദ്യ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. കുംഭമാസത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞു കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം, അട, മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഇന്നിത് ശാക്തേയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് വിശ്വാസം. അനന്തപുരിയുടെ ദേശീയ ഉത്സവവുമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണ് എങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും, വിശേഷ്യ തെക്കൻ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ദേവീ ഭക്തന്മാരും ശക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിൻ്റെ ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. മാത്രമല്ല ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല ഇടാറുണ്ട്. കോവിഡ് നിയന്ത്രണ കാലത്ത് ഇത്തരത്തിൽ വീടുകളിൽ പൊങ്കാല നടന്നിരുന്നു. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം. ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആറ്റുകാലമ്മയുടെ ഐതിഹ്യവും പേരിന് പിന്നിലുള്ള രഹസ്യവും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.